ഇതിന് ഉദാഹരണമായിട്ട് രാജീവ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ കേസിൽ തന്നെ രാജീവ് നമ്മളിലേക്ക് വന്നപ്പോൾ ഈ മിഥ്യാധാരണകളുടെ ഒരു ഉത്തമോദാഹരണമാണ്. ആ ചെറുപ്പക്കാരൻ നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരനാണ്. 1 വർഷമായിട്ട് സന്ധികളിൽ വേദന തുടങ്ങി. പല സ്ഥലങ്ങളിൽ പോയി ആദ്യം വേദനസംഹാരി ഗുളികൾ കഴിച്ചു. വേദനസംഹാരി ഗുളികളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനസംഹാരി ഗുളിക നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ വേദന തുടങ്ങും. അതിനുശേഷം അദ്ദേഹത്തിന് ഒരിക്കൽ പലരും കിഴി വയ്ക്കാനും അതുപോലെയുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മെഡിസിൻസ് ട്രൈ ചെയ്തു. ഞാനൊരു ഗ്ലാസ് കട്ടറാണ്. അപ്പം ഈ ജോലിക്കൊന്നും പോകാൻ മേല മാസങ്ങളായിട്ട് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തും ഈ ആശുപത്രികളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അങ്ങ് കുഴഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ സമയത്ത് ഈ മരുന്ന് കൊണ്ട് എനിക്കിത് കൂടുന്നല്ലാണ്ട് എൻ്റെ വയറ്റിൽ കിടന്ന് എരിച്ചിലും പുകച്ചിലും ആ പടി ഈ മരുന്നെല്ലാം കഴിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് മരുന്നിനോട് ഞാൻ ഗുഡ് ബൈ പറയാനായിട്ട് എൻ്റെ മനസ്സ് തന്നെ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയുർവേദത്തിലേക്ക് പോയേക്കാം എന്ന് തീരുമാനിച്ച് എല്ലാവരും പറഞ്ഞു ആയുർവേദം നല്ലതായിരിക്കും, ഈ കർക്കിടക മാസം ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ആയുർവേദത്തിലേക്ക് ഞാൻ എന്നെ ഫുള്ളായിട്ട് കൊണ്ടേ കൊടുക്കുകയാണ്. അങ്ങനെ 14 ദിവസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ബെഡിൽ നിന്ന് എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഏറ്റുപോകാൻ കഴിയാൻ നിവൃത്തിയില്ലാണ്ടായി. എനിക്ക് കട്ടിലിൽ നിന്ന് എഴുതാൻ പറ്റില്ല, എനിക്ക് പെടൽ തിരിക്കാൻ മേല, ചത്ത ശവം പോലെ ഞാൻ ബെഡിൽ കിടക്കുകയാണ്. ജീവനുള്ള ഒരു ശവം മാത്രം. എനിക്ക് വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും പറയാം, പക്ഷേ എനിക്ക് ഒന്നും പ്രവർത്തിക്കാം. ഒരു കൊതുക് എൻ്റെ ശരീരത്ത് വന്നിരുന്നാൽ പോലും അതിനെപ്പോലും അടിച്ചു കൊല്ലാൻ നിവൃത്തിയില്ലാത്ത സ്റ്റേജ് ഞാൻ കട്ടേ കിടക്കുകയാണ്. അപ്പുറത്തോട്ടൊന്ന് തിരിഞ്ഞ് കിടക്കണേ, ആരും മറിച്ച് കിടക്കണം, ഇപ്പുറത്തോട്ടൊന്ന് കിടക്കണേ, ആരും മറിച്ച് കിടക്കുന്ന അവസ്ഥയാണ് എൻ്റെ. എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിലോട്ട് തന്നെ പോയാലോ എന്നൊരു തീരുമാനം എടുത്തു. അന്ന് രാത്രി തന്നെ വണ്ടി സെറ്റ് ചെയ്തു. എനിക്ക് കയറി ഇരുന്നോ ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. ജീവനുള്ള സെറ്റ് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാം, അത്രേ ഉള്ളൂ. എല്ലാവരും കൂടി എടുത്ത് വണ്ടി സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് എന്നെ കിടത്തി അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. നേരെ കൊണ്ടുവന്നത് റൂം നമ്പറും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല അത്ര കാര്യം. പക്ഷേ ഷേണായി എന്ന് പറയുന്ന ഒരു പത്മനാഭ ഷേണായി എന്ന് പറഞ്ഞ ഡോക്ടറുടെ റൂമിലാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഡോക്ടറെ വാതിൽ മുട്ടി അത് തുറന്ന് ഓപ്പൺ കയറി ഡോക്ടറെ ഇരിക്കാൻ എനിക്ക് എന്നെ ഈ വരുന്ന വീൽ ചെയറിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് ഇരുത്താൻ പോലും പറ്റിയൊരു സ്റ്റേജ് ആയിരുന്നില്ല. അപ്പം ആ ഡോക്ടറെ കാര്യങ്ങൾ കണ്ടു, എൻ്റെ കാലുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ഞാൻ ഇത്ര ദിവസത്തേക്കകം നിന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടർ ട്രീറ്റ്മെന്റ് തുടങ്ങി. ആ ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് അറിയില്ലോ. ഡോക്ടർ വളരെ നിസ്സാരമായ ചിലവുകളുള്ള ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ ചെയ്തതെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. 5 ദിവസം ഞാൻ ചിലവഴിച്ചു. ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ പോകാൻ റെഡിയായിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മാറ്റങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഇത്രയും കിട്ടുമെന്ന്. 10-40 ദിവസമായിട്ട് നടന്നിട്ടില്ലാത്ത ഞാൻ ഓടി നടക്കുകയാണ്. ചെറിയൊരു പ്രയാസം ഉണ്ട്, എന്തുപോലെ എന്നാൽ പോലും ഞാനിപ്പോൾ ഓടി നടക്കണം. എൻ്റെ കൈകളൊന്നും പൊക്കത്തില്ലായിരുന്നു. ഈ 2 കൈകൾ ഇപ്പോൾ ഞാൻ എൻ്റെ 2 കൈകളും പൊക്കി എനിക്ക് ഒരു മേളിലൊരു സാധനം എടുക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. ഒത്തിരി ആഗ്രഹിച്ചു വന്നത് മറ്റുള്ളവരെ കൊണ്ടായിരുന്നു. നമ്മൾ ഒരു സ്വിച്ച് ഇടാണെങ്കിൽ പോലും ഒരാളുടെ ആവശ്യം വേണ്ടിയിരുന്നു. ഷർട്ട് നൂരാനോ ഒരു ഉടുപ്പിടാനോ ഒന്നും എനിക്ക് തലമുടി പോയിട്ട് എനിക്ക് ഒന്നും തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരാണ് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. മുടി ഈരാനോ എനിക്കൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒരു 10-40 ദിവസം ഞാൻ കിടന്ന് കളിച്ചു. അത് ഇവിടെ കേവലം 5 ദിവസം കൊണ്ട് എനിക്ക് ഇന്നലെ വേണമെങ്കിലും പോകാമായിരുന്നു. അതുപോലെ ഞാൻ ഫ്രീ ആയാമായിരുന്നു. പിന്നെ എനിക്ക് ഇന്ന് പൊക്കോളാനായിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന്. എനിക്ക് നല്ല വിശ്വാസമായി. എനിക്ക് നല്ല എന്താണ് പറയുക, നല്ല പൂർണ്ണ ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്നെപ്പോലെ ഈ വാദത്തിന്റെ അസുഖമുള്ള ആൾക്കാർ ഈ നാട്ടിൽ ധാരാളം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നല്ലൊരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം കഴിച്ച് ഈ രോഗം പൂർണ്ണമായിട്ട് ഭേദമായി. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. രാജീവിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയുന്ന രോഗമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. 1 ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചു. കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങി, ചെറിയ ഇഞ്ചക്ഷൻ ചെയ്തു. 3-ാം ദിവസം തന്നെ രാജീവ് നടന്നു തുടങ്ങി. ഇനി 1 മാസത്തിലോ 40-35 ദിവസത്തിലോ ഉള്ളിൽ രാജീവിന് നോർമലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റികളും ചെയ്യാൻ സാധിക്കും, ജോലിക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ തന്നെ രാജീവ് നടന്നു തുടങ്ങി. അങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഭേദമാക്കാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും സന്ധിവേദനയുള്ള പേഷ്യൻസ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വൈദ്യശാസ്ത്രങ്ങളിൽ പോകും. കാരണം അലോപ്പതിയിൽ ചികിത്സ ഇല്ലെന്നാണ് അവർക്ക് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ആദ്യം ഒരു ലോക്കലായിട്ടുള്ള ഒരു വൈദ്യനടുക്കെ പോകും, അത് കഴിഞ്ഞ് കിഴി കുത്താനായിട്ട് പോകും, പിന്നെ മർമ്മ ചികിത്സയ്ക്ക് പോകും. ഇങ്ങനെ പോകുമ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ജോയിൻറ്റ്സിൽ തേയ്മാനം ആരംഭിക്കും. ഇവരിങ്ങനെല്ലാം കറങ്ങി ഒരു ശരിയായ ഡോക്ടറിൻ്റെ എത്തുമ്പോൾ പലപ്പോഴും 1 വർഷം മുതൽ ചിലപ്പോൾ 4-5 വർഷം കഴിഞ്ഞ് പല സന്ധികളും തേയ്മാനം വന്ന് ഡീഫോമിറ്റീസ് വന്നിട്ടാണ് ഭയങ്കര അഡ്വാൻസ് സ്റ്റേജിലാണ് നമ്മൾ കാണുന്നത്. അത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏർലി സ്റ്റേജിൽ, അതായത് ആദ്യത്തെ 6 മാസങ്ങളിൽ നമ്മളിവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മരുന്ന് നിർത്തി ക്യൂർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വരെ ഇന്നത്തെ മോഡേൺ സയൻസിലുണ്ട്. അങ്ങനെ രോഗം കറക്റ്റായിട്ട് കണ്ടുപിടിക്കാതെ ചിലപ്പോൾ എന്ത് പറ്റുന്നു, കിഡ്നിയെ ഇൻവോൾവ് ചെയ്യും, ഹാർട്ടിനെ ഇൻവോൾവ് ചെയ്യും, കണ്ണിനെ ഇൻവോൾവ് ചെയ്യും. അത്ര വ്യാപിച്ച ശേഷം കണ്ടുപിടിക്കുന്നതിനേക്കാളും വളരെ നല്ലത് പലപ്പോഴും
ആദ്യ സ്റ്റേജിൽ, അതായത് ഇനിഷ്യൽ സ്റ്റേജസിൽ തന്നെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ പല ഡോക്ടർമാർ, അത് 40 ഡോക്ടർ 20 ഡോക്ടർമാരെയും മാറി മാറി കണ്ട ശേഷവും രോഗം മാറുന്നില്ല എന്ന് പറയുമ്പോൾ പേഷ്യൻസിൻ്റെ കോൺഫിഡൻസ്, അതായത് പേഷ്യൻസിൻ്റെ ധൈര്യം ഇല്ലാതാകുന്നു, കംപ്ലീറ്റ് നിരാശയിലോട്ട് പോകുന്നു. നിരാശയിൽ ഇനി എനിക്കൊന്നും ഇല്ല, ഞാൻ എൻ്റെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞ് അവസാനം ഒരു കിടക്കയിൽ തന്നെ കിടന്ന് ശേഷജീവിതം കഴിക്കുന്ന വളരെയധികം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് ഈ സന്ധിവേദനയുള്ള രോഗികളോടും അവരുടെ കുടുംബത്തോടും പറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈ രോഗം ഒരു രോഗലക്ഷണം മാത്രമാണ്. അപ്പോൾ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നോർമൽ സ്റ്റേറ്റിലോട്ട് നമുക്ക് ഇവരെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിന് തന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. കാരണം ഇവർ കിടന്നുപോയി കഴിഞ്ഞാൽ സമൂഹത്തിനും അവരുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഫിനാൻഷ്യലായിട്ട് മാത്രമല്ല, അതുപോലെയുള്ള മെൻ്റലായിട്ടുള്ള വളരെയധികം അഗുണി, അതായത് മാനസികമായിട്ട് വളരെയധികം ആഘാതം ഇവർ അനുഭവിക്കുന്നു. അപ്പോൾ നമ്മളിവരെ നോർമൽ ലൈഫിലോട്ട്, സാധാരണ ജീവിതത്തിലോട്ട് മടക്കി കൊണ്ടുവരാൻ നമ്മുടെ മോഡേൺ സയൻസിന് സാധിക്കും എന്ന് പറയുന്നത് ശരിക്കും തികച്ചും സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നിരാശപ്പെട്ട് നമ്മൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യത്തിനും ഒരു പരിഹാരം നമുക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവർ കറക്റ്റായിട്ടുള്ള സ്റ്റേജിൽ, അതായത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ പറയും ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ 1 മണിക്കൂറിനുള്ളിൽ കൊണ്ടുപോയാൽ വളരെ നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ സന്ധികളിലുണ്ടാകുന്ന വേദന ആദ്യത്തെ 3 മാസത്തിലോ 4 മാസത്തിലോ ഒരു ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം നമുക്ക് തേയ്മാനമില്ലാതെ ആ രോഗിയെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് കഴിയുന്നതും വേഗം സന്ധികളിൽ വേദനയുള്ള എല്ലാ രോഗികൾ ഡോക്ടേഴ്സിനെ കറക്റ്റായിട്ട് കണ്ട് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും.